പൊന്നാനി നഗരസഭയിലെ വാർഡ് വിഭജനം പൂർത്തിയായി. പുതിയതായി വരുന്നത് പുഴയറപ്പാത വാർഡും കനോലിക്കനാൽ വാർഡും. 4 പൂർണ്ണമായും വാർഡുകളുടെ ക്രമീകരണം നടക്കും. തദ്ദേശ സ്വയംഭരണ വാർഡ് വിഭജനത്തിന്റെ ഭാഗമായി പൊന്നാനി നഗരസഭയിൽ പുതുതായി 2 വാർഡുകൾ കൂടി രൂപപ്പെട്ടു. പൊന്നാനി കർമ്മ റോഡിന് സമീപത്തെ 8, 9, 10 വാർഡുകൾ വിഭജിച്ച് പുഴയോരപ്പാത റോഡും കടവനാട് മേഖലയിലെ വാർഡുകൾ വിഭജിച്ച് കനോലിക്കനാൽ വാർഡുമാണ് പുതുതായി വരിക. BM മരക്കടവ് ഭാഗത്തെ വാർഡുകളുടെ പകുതി ഭാഗം സമീപത്തെ വാർഡുകളിലേക്ക് കൂട്ടിച്ചേർക്കും. നഗരസഭയിലെ 80% വാർഡുകളുടെയും അതിർത്തി പുനർനിർണയവും നടക്കും. വാർഡ് 1 മുതൽ 51 വാർഡുകളിലും പുനർക്രമീകരണം നടന്നിട്ടുണ്ട്. വീടുകളുടെ എണ്ണം, ജനസംഖ്യ, ഭൂപ്രകൃതി എന്നിവ പരിഗണിച്ചാണ് വിഭജനം നടത്തിയത്. 372 വീടുകൾ ശരാശരി ഒരു വാർഡിൽ വരുന്ന തരത്തിലാണ് ക്രമീകരണം നടത്തിയത്. വീടുകളുടെ എണ്ണം 335 കുറയാതെയും 408 കൂടാതെയുമാണ് വിഭജനം നടത്തിയിട്ടുള്ളത്. പുതിയ ദേശീയപാതയുടെ ഇരുഭാഗങ്ങളും അതിർത്തിയായി നിശ്ചയിച്ചിട്ടുണ്ട്. 2001 കനേഷ് കുമാരി കണക്ക് പ്രകാരം പൊന്നാനിയിൽ 1.25 ലക്ഷമാണ് ജനസംഖ്യ. നിലവിൽ 1.5 ലക്ഷത്തിലധികം ജനസംഖ്യയുണ്ടെന്നാണ് കണക്കാക്കുന്നത്. 51 വാർഡുകളുണ്ടായിരുന്ന പൊന്നാനി നഗരസഭയിലെ വാർഡുകളുടെ എണ്ണം 53 ഉയർന്നപ്പോൾ സംസ്ഥാനത്തു തന്നെ കൂടുതൽ വാർഡുകളുള്ള നഗരസഭയിൽ ഒന്നായി പൊന്നാനി മാറി. ഡിസംബർ 3 വരെ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ സമർപ്പിക്കാൻ സാധിക്കും. പേജ് ടി വി ന്യൂസ്, പൊന്നാനി. നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ സൻഹ ഫാഷനും ഒരുങ്ങിക്കഴിഞ്ഞു. വെഡിംഗ് വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ, എത്നിക് കളക്ഷനുകൾ, മോഡസ്റ്റ് വെയറുകൾ, കിഡ്സ് കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ. സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക്. ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ. സൻഹ ഫാഷൻ, തിരൂർ.